ഞായറാഴ്ചക്കാലം വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താവിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട്. ഏവർക്കും സ്വാഗതം. പാൻസും ഷാളും ധരിച്ച് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഫ്രാൻസിസ് പാപ്പയുടെ അപ്രതീക്ഷിത സന്ദർശനം. ആശുപത്രിവാസത്തിനു ശേഷം വത്തിക്കാനിൽ വിശ്രമവും ചികിത്സയും തുടരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടാം തവണയും വിശ്വാസികൾക്ക് മുമ്പിലെത്തി. കഴിഞ്ഞ ദിവസം 12:30 വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വീൽചെയറിൽ അപ്രതീക്ഷിതമായി എത്തുകയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ വൈറലായ വീഡിയോ ദൃശ്യങ്ങളിൽ തന്റെ പതിവ് വേഷമല്ല പാപ്പ ധരിച്ചിരിക്കുന്നത്. വെളുത്ത കസക്കും തൊപ്പിയുമില്ലാതെ ഇരുണ്ട പാന്റും വരയുള്ള ഷാളും ധരിച്ചാണ് ബസിലിക്കയിലേക്ക് വീൽചെയർ മുഖാന്തരം പാപ്പ അപ്രതീക്ഷിതമായി വന്നെത്തിയത്. ജൂബിലി വർഷത്തോടനുബന്ധിച്ച് നിരവധി പേർ തീർത്ഥാടനം നടത്തുന്നതിനിടെയാണ് പാപ്പ ദേവാലയത്തിലൂടെ കടന്നുപോയത്. വിശുദ്ധ പയസ് 10 ശവകുടീരത്തിന് സമീപം അദ്ദേഹം അല്പസമയം മൗനമായിരുന്നു. ബസിലിക്കയിൽ സന്നിഹിതരായിരുന്ന നിരവധി വിശ്വാസികളെയും വിനോദസഞ്ചാരികളെയും സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യാനും അദ്ദേഹം സന്ദർശനം ഉപയോഗിച്ചു. സന്ദർശനത്തിന് ശേഷം പാപ്പ കാസ സാന്ത മാർത്തയിലെ തന്റെ വസതിയിലേക്ക് പിൻവാങ്ങി. ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ നടക്കുന്ന വിശുദ്ധവാര തിരുക്കർമ്മങ്ങളിൽ പാപ്പ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല. അതിനിടെ ഇംഗ്ലണ്ടിലെ ചാൾസ് രാജാവും കാമില രാജ്ഞിയും വത്തിക്കാനിലെത്തി ഫ്രാൻസിസ് മാർപ്പാപ്പയെ സന്ദർശിച്ചു. പാപ്പയുടെ സ്വകാര്യ വസതിയായ സാന്താ മാർത്തയിലെത്തിയാണ് ബ്രിട്ടീഷ് രാജകുടുംബാംഗങ്ങളായ ചാൾസ് രാജാവും കാമില രാജ്ഞിയും കൂടിക്കാഴ്ച നടത്തിയത്. വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ദമ്പതികൾക്ക് പാപ്പ ആശംസ നേർന്നു. ആരോഗ്യം വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന ആശംസ ദമ്പതികൾ പങ്കുവച്ചു. ഇതേ ആശംസ ഫ്രാൻസിസ് പാപ്പയും പങ്കുവച്ചു. സമീപ മാസങ്ങളിൽ 2 രാഷ്ട്രതലവന്മാരും ആരോഗ്യ പ്രതിസന്ധി നേരിട്ടവരാണ്. ചാൾസ് രാജാവിന് കഴിഞ്ഞ വർഷം ക്യാൻസർ സ്ഥിരീകരിച്ചിരുന്നു. നീണ്ട 38 ദിവസം റോമിലെ ജെമല്ലി ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ ശേഷമാണ് പാപ്പ ഇപ്പോൾ വത്തിക്കാനിൽ മടങ്ങിയെത്തിയിരിക്കുന്നത്. 2025 ജൂബിലി വർഷത്തിന്റെ ആഘോഷത്തിൽ രാജാവും രാജ്ഞിയും ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊപ്പം പങ്കുചേരുമെന്ന് ബ്രിട്ടീഷ് രാജകുടുംബം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 2017 2019 ചാൾസ് രാജകുമാരൻ ഫ്രാൻസിസ് പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സമാധാനത്തിന്റെ മനുഷ്യനെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ചാൾസ് രാജാവിനെ വിശേഷിപ്പിച്ചത്. 2000 നടന്ന മഹാജൂബിലി വർഷത്തിൽ എലിസബത്ത് രാജ്ഞി വത്തിക്കാനിൽ സന്ദർശനം നടത്തി ജൂബിലി ആഘോഷത്തിൽ ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തിയിരുന്നു. വെറോനിക്കയുടെ തൂവാല വത്തിക്കാനിൽ പ്രദർശിപ്പിച്ചു. കാൽവരിയിലേക്കുള്ള പീഡാസഹന യാത്രയിൽ ഈശോയുടെ തിരുമുഖം തുടച്ച വെറോനിക്കയുടെ തൂവാല വത്തിക്കാനിൽ പ്രദർശിപ്പിച്ചു. നോമ്പുകാലത്തിലെ 5ാം ഞായറാഴ്ചയാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ തിരുശേഷിപ്പ് പ്രദർശിപ്പിച്ചത്. ഈശോയുടെ തിരുമുഖം തുടയ്ക്കപ്പെട്ട വെറോനിക്കയുടെ തൂവാലയുടെ വിവിധ പതിപ്പുകളുണ്ടെന്ന് പ്രചരണമുണ്ടെങ്കിലും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ സൂക്ഷിച്ചിരിക്കുന്നത് 7ാം നൂറ്റാണ്ട് മുതൽ നിലവിലുള്ള 1300 വർഷത്തിലേറെയായി സംരക്ഷിക്കുന്ന തൂവാലയാണ്. ഈശോയുടെ തിരുമുഖം ഒപ്പിയെടുക്കപ്പെട്ട തിരുത്തൂവാല കാണുവാൻ നിരവധി പേരാണ് വത്തിക്കാനിലെത്തിയത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ആർച്ച് പ്രീസ്റ്റ് ഇറ്റാലിയൻ കർദിനാൾ മൗറോ ഗാംബറ്റിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിയോട് അനുബന്ധിച്ചാണ് തിരുശേഷിപ്പ് പ്രദർശനവും നടന്നത്. നിരവധി വൈദികരും തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു. പ്രധാന അൾത്താരയ്ക്ക് വെറോനിക്കയുടെ രൂപത്തിന് സമീപം സൂക്ഷിച്ചിരിക്കുന്ന തിരുശേഷിപ്പ് വർഷത്തിൽ ഒരിക്കലാണ് പ്രദർശനം നടക്കുന്നത്. അതിനിടെ യുദ്ധത്തിന്റെ കെടുതികളിൽ ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ കനത്ത വെല്ലുവിളികൾ നേരിടുന്ന യുക്രൈനിൽ ആരോഗ്യ പരിപാലനത്തിനും അടിയന്തര സഹായങ്ങൾക്കും വേണ്ടി വത്തിക്കാൻ 4 ആംബുലൻസുകൾ കൂടി കൈമാറി. ഫ്രാൻസിസ് പാപ്പയുടെ നിർദ്ദേശപ്രകാരം ഉപയുപ്രവർത്തനങ്ങൾക്കായുള്ള ഡിക്കാസ്റ്ററിയുടെ പ്രീഫെക്ട്
കർദിനാൾ കോൺറാഡ് ക്രജേവ്സ്കി വാഹനങ്ങൾ നൽകുന്നതിനായി യുക്രൈനിൽ എത്തിച്ചേർന്നു. ജീവന്റെ വാതിലുകൾ യേശു നമ്മുടെ ജീവിതത്തിൽ തുറക്കുമ്പോൾ അതിനെ കൊട്ടിയടയ്ക്കുന്നതാണ് ഇന്ന് ലോകത്ത് പടർന്നു പിടിച്ചിരിക്കുന്ന യുദ്ധങ്ങളെന്ന് ഫ്രാൻസിസ് പാപ്പ 2024 ഈസ്റ്റർ ദിനത്തിൽ ഉർബിയത് ഓർബി സന്ദേശത്തിൽ അടിവരയിട്ട് പറഞ്ഞിരുന്നു. ഈസ്റ്ററിന്റെ പ്രകാശം അന്ധകാരത്തിന്റെ നിഴലുകളാൽ മറയ്ക്കപ്പെടുന്ന ഈ ദിനങ്ങളിൽ പുതിയൊരു ജീവിതത്തിന്റെ അടയാളമായിട്ടാണ് ആംബുലൻസുകൾ യുക്രൈനിലെ സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്കായി നൽകുവാൻ പാപ്പ ആഗ്രഹിക്കുന്നതെന്ന് വത്തിക്കാൻ പ്രസ്താവിച്ചു. മനുഷ്യജീവൻ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ മെഡിക്കൽ ഉപകരണങ്ങളും ഉൾക്കൊള്ളുന്നവയാണ് ഈ ആംബുലൻസുകൾ. ദീർഘകാലത്തേക്ക് പഴക്കം കൂടാതെ സൂക്ഷിക്കാവുന്ന ഭക്ഷണ സാധനങ്ങൾ, ജനറേറ്ററുകൾ, വസ്ത്രങ്ങൾ, സാമ്പത്തിക സഹായം ഉൾപ്പെടെ വിവിധ സഹായങ്ങൾ വത്തിക്കാൻ നേരത്തെ യുക്രൈന് കൈമാറിയിരുന്നു. സംഘർഷത്താൽ പീഡിപ്പിക്കപ്പെടുന്ന ജനങ്ങളോടൊപ്പം നിൽക്കാനും അവരോടൊപ്പം പ്രാർത്ഥിക്കാനും പ്രത്യാശയുടെ തീർത്ഥാടനത്തിന് ക്ഷണിക്കുന്ന ജൂബിലി വർഷത്തിൽ ഫ്രാൻസിസ് പാപ്പയുടെ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയായാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഫ്രാൻസിസ് പാപ്പയ്ക്ക് നന്ദി പറഞ്ഞ് ഗാസയിലെ കത്തോലിക്ക ഇടവക. കഴിഞ്ഞ ദിവസങ്ങളിലും ഫ്രാൻസിസ് പാപ്പ തങ്ങളെ ഫോണിൽ വിളിച്ചുവെന്നും സമാധാനത്തിനായുള്ള പാപ്പയുടെ അഭ്യർത്ഥനയ്ക്ക് തങ്ങൾ നന്ദിയുള്ളവരാണെന്നും ഗാസയിലെ തിരുക്കുടുംബ ദേവാലയത്തിന്റെ വികാരി ഫാദർ ഗബ്രിയേൽ റൊമനെല്ലി പറഞ്ഞു. 2 മാസത്തോളമായി ചികിത്സയിൽ തുടരുന്ന പാപ്പ വത്തിക്കാനിലെ സാന്താ മാർത്ത ഭവനത്തിലേക്ക് തിരികെ എത്തിയതിനു ശേഷം ഗാസയിലെ ഇടവകയിലേക്ക് വിളിച്ചുവെന്നറിയിച്ച ഇടവക വികാരി പരിശുദ്ധ പിതാവ് തങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണെന്നതിൽ നന്ദിയുണ്ടെന്നും പറഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച വിശുദ്ധ പത്രോസിന്റെ ചതുരത്തിലെത്തിയ പാപ്പയെ കാണാൻ സാധിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ച ഗാസ വികാരി ഇപ്പോഴും ഗാസയിലെ സ്ഥിതിഗതികൾ ഗുരുതരമാണെന്നും എന്നാൽ പാപ്പയുടെ സാമീപ്യവും പ്രാർത്ഥനയും തങ്ങൾക്കൊപ്പമുണ്ടെന്നത് തങ്ങൾക്ക് സന്തോഷം പകരുന്നുണ്ടെന്നും കൂട്ടിച്ചേർത്തു. ഇപ്പോഴുള്ള സായുധ സംഘർഷങ്ങൾ തുടരുന്നിടത്തോളം സമാധാനം അസാധ്യമായി തുടരും. ഗാസയിലെ ജീവിതം ചിന്തിക്കാനാകുന്നതിലും അപ്പുറം ദുർഘടമാണെന്ന് ഫാദർ റൊമനെല്ലി വ്യക്തമാക്കി. ഇടവകയിലെ 500 അഭയാർത്ഥികളും ഇടവകയോടടുത്ത് താമസിക്കുന്ന ഇസ്ലാം മത വിശ്വാസികളും നിലവിൽ സുരക്ഷിതരാണെന്നും എന്നാൽ ഭക്ഷണവും കുടിവെള്ളവും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കുറഞ്ഞു വരികയാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ഗാസ ഒരു തടവറയായി മാറിക്കഴിഞ്ഞു. ഏവർക്കും സമാധാനത്തിന്റെ ഒരു ഉപകരണമായി മാറാൻ ഈ ഇടവക ശ്രമിക്കുന്നുണ്ടെന്നും മനുഷ്യരുടെ അവകാശങ്ങൾ മാനിക്കപ്പെടണമെന്നും ഇവിടെയുള്ള 23 ലക്ഷത്തോളം പലസ്തീൻകാരും മനുഷ്യരാണെന്ന് ഓർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ അപകടത്തിൽ അനുശോചന സന്ദേശം അയച്ചു മാർപ്പാപ്പ. കരീബിയൻ രാജ്യമായ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനമായ സാന്തോ ഒദാമിംഗോയിലെ ഒരു നിശാ ക്ലബിലുണ്ടായ അപകടത്തിന്റെ ഇരകൾക്ക് ടെലഗ്രാം സന്ദേശം അയച്ച് ഫ്രാൻസിസ് പാപ്പ. നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ ഈ അപകടത്തിൽപ്പെട്ടവർക്കും അവരുടെ കുടുംബങ്ങൾക്കുമായി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിനാണ് ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ്കോ ഒസോറിയോ അക്കോസ്തയ്ക്ക് സന്ദേശം അയച്ചത്. സാന്തോ ഡൊമിംഗോയിൽ നിരവധി ആളുകളുടെ മരണത്തിനും 100 കണക്കിന് ആളുകളുടെ പരിക്കിനും കാരണമായ ഈ ദാരുണ അപകടത്തിൽ പാപ്പ ദുഃഖിതനാണെന്നും അപകടത്തിൽ മരണമടഞ്ഞവർക്ക് വേണ്ടി പരിശുദ്ധ പിതാവ് പ്രാർത്ഥിക്കുന്നെന്നും കർദിനാൾ പരോളിൻ എഴുതി. അപകടത്തിൽപ്പെട്ടവർക്കും അവരുടെ പ്രിയപ്പെട്ടവർക്കും എല്ലാ ശുശ്രൂഷകളും സഹായവും ലഭിക്കട്ടെയെന്നും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അവർക്കുണ്ടാകട്ടെ എന്നും തന്റെ സന്ദേശത്തിൽ കുറിച്ച കർദിനാൾ എല്ലാവർക്കും ഉദ്ധിതനായ ക്രിസ്തുവിലുള്ള പ്രത്യാശയുടെ അടയാളമായി പാപ്പയുടെ ആശ്വാസദായകമായ ആശീർവാദവും നേർന്നു. ചൊവ്വാഴ്ച വൈകുന്നേരം ജെറ്റ് സെറ്റ് എന്ന പേരിലുള്ള ഈ നിശാ ക്ലബിൽ നടന്ന ഒരു സംഗീത കച്ചേരിക്കിടെയുണ്ടായ ഈ അപകടത്തിൽ ഡൊമിനിക്കൻ മെത്രാൻ സമിതിയും സാമീപ്യവും പ്രാർത്ഥനകളും അറിയിച്ചിരുന്നു. സംഭവത്തിന്റെ ഇരകൾക്കായി മെത്രാൻ സമിതി ജനറൽ സെക്രട്ടറി അഭിവന്ദ്യ പൗസ്റ്റീനോ ബർഗോസ് കഴിഞ്ഞ ദിവസം വിശുദ്ധബലി അർപ്പിച്ചിരുന്നു.
അപകടവുമായി ബന്ധപ്പെട്ട് ഡൊമിനിക്കൻ റിപ്പബ്ലിക് പ്രസിഡന്റ് ലൂയിസ് അബിനാലർ ഏപ്രിൽ 8, 9, 10 തീയതികളിൽ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം വത്തിക്കാൻ സിറ്റി യൂറോ കറൻസിയായി സ്വീകരിക്കുന്നതിന് മുൻപ് സ്വന്തമായി ഉണ്ടായിരുന്ന നാണയമാണ് വത്തിക്കാൻ ലിറ. വിശ്വാസത്തിന്റെയും കലാവൈഭവത്തിന്റെയും ലോകത്തിലെ അതിന്റെ അതുല്യമായ ദൗത്യത്തെക്കുറിച്ചുള്ള ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ നിശബ്ദ പ്രസ്താവനയുടെ അടയാളമായിരുന്നു ഈ നാണയം. 1929 വത്തിക്കാനും ഇറ്റലിയും തമ്മിലുള്ള ലാറ്ററൻ ഉടമ്പടി ഒപ്പുവെച്ചതിന് ശേഷമാണ് വത്തിക്കാൻ ലിറ ഉണ്ടായത്. ഈ ഉടമ്പടി വത്തിക്കാനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുകയും സ്വന്തം നാണയങ്ങൾ അച്ചടിക്കാൻ അനുവദിക്കുകയും ചെയ്തു. തുടക്കം മുതൽ വത്തിക്കാൻ ലിറ ഇറ്റാലിയൻ ലിറയുമായി ഒന്നിനു പുറകെ ഒന്നായി ബന്ധിപ്പിച്ചിരുന്നു. എന്നാൽ വത്തിക്കാൻ പുറത്തിറക്കിയ നാണയങ്ങളിൽ മാർപ്പാപ്പയുടെ മുഖവും സഭയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളും ആലേഖനം ചെയ്തിരുന്നു. വത്തിക്കാൻ നോട്ടുകൾ ഉണ്ടായിരുന്നില്ല, നാണയങ്ങൾ മാത്രം. ആ നാണയങ്ങൾ വിശ്വാസത്തിന്റെ മിനിയേച്ചർ അംബാസഡർമാരായി പയസ് 12 ജോൺ പോൾ 2 തുടങ്ങിയ മാർപ്പാപ്പമാരുടെ മുഖവും ബൈബിൾ രംഗങ്ങൾ, പരിശുദ്ധ കന്യകാമറിയം, പരിശുദ്ധാത്മാവിന്റെ ചിഹ്നങ്ങൾ എന്നിവയും ഇതിൽ ചിത്രീകരിച്ചിരുന്നു. അവ ഒരു നഗരത്തെയോ രാഷ്ട്രത്തെയോ പ്രതിനിധീകരിക്കുന്നത് സ്ഥിരമായ സൈന്യമോ വ്യാപാര മാർഗങ്ങളോ സാമ്പത്തിക ശക്തിയോ കാണിക്കുന്നതിനായിരുന്നില്ല. ഈ നാണയങ്ങൾ ഒരു ആത്മീയ ദൗത്യം നിർവഹിക്കുക കൂടി ചെയ്തിരുന്നു. അർത്ഥത്തിൽ വത്തിക്കാൻ ലിറ അതിന്റെ പണമൂല്യത്തെക്കാൾ വളരെ ഉയർന്ന ദൗത്യമാണ് വഹിച്ചിരുന്നത്. വത്തിക്കാൻ എല്ലാ വർഷവും പരിമിതമായ അളവിൽ മാത്രമേ ഇവ അച്ചടിച്ചിരുന്നുള്ളൂ. പലപ്പോഴും സ്മാരകങ്ങളിലും മ്യൂസിയങ്ങളിലും നാണയങ്ങൾ ശേഖരിക്കുന്നവരും ഇവ വിലമതിക്കാൻ തുടങ്ങി. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ചിത്രവും സമാധാനത്തിന്റെ പ്രാവും ഉൾക്കൊള്ളുന്ന 1980കളിലെ ഒരു ചെറിയ മൂല്യമുള്ള 500 ലിറ നാണയം ഇന്നും കുറച്ച് യൂറോ മാത്രമേ വിലമതിക്കൂ. എന്നാൽ പലർക്കും ഏറ്റവും ചെറിയ വിശദാംശങ്ങളിലൂടെ പോലും ആശയവിനിമയം നടത്തുന്ന സഭയുടെ ഒരു സ്മാരകമാണിത്. 2002 യൂറോയുടെ വരവോടെ വത്തിക്കാൻ ലിറ പിൻവാങ്ങി തുടങ്ങി. എന്നാൽ പരിശുദ്ധ സിംഹാസനം അതിന്റെ നാണയ പാരമ്പര്യം ഉപേക്ഷിച്ചില്ല. ഓരോന്നിലും ഇപ്പോഴും ഒരു വശത്ത് നിലവിലെ മാർപ്പാപ്പയുടെ മുഖവും മറുവശത്ത് യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ചിഹ്നങ്ങളുമുണ്ട്. ഈ വത്തിക്കാൻ യൂറോകൾ യൂറോസോണിലുടനീളം നിയമപരമായ ടെൻഡറാണ്. പക്ഷേ അവ വളരെ പരിമിതമായ സംഖ്യകളിലാണ് അച്ചടിക്കുന്നത്. ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി റോമിൽ ഒത്തുകൂടി കരിസ്മാറ്റിക് കത്തോലിക്കർ. പ്രത്യാശയുടെ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കരിസ്മാറ്റിക് നവീകരണ പ്രാർത്ഥനാ ഗ്രൂപ്പുകളുടെ ആഗോളതല യോഗം റോമിൽ സ്ഥാപിച്ചു. പരിശുദ്ധാത്മാവിന്റെ ജീവനുള്ള അനുഭവത്തിലൂടെ ക്രിസ്തീയ ജീവിതം പുതുക്കാൻ ഈ പ്രസ്ഥാനം ശ്രമിക്കുന്നു. ഏപ്രിൽ 4 മുതൽ 6 വരെ നടന്ന യോഗത്തിൽ 70 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. കാത്തലിക് കരിസ്മാറ്റിക് നവീകരണ ഇന്റർനാഷണൽ സർവീസിന്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി കാത്തി ബ്രെൻഡി സേവനത്തിന്റെ ഉദ്ഭവവും ദൗത്യവും വിശദീകരിച്ചു. നിലവിൽ അൽമായർക്കും കുടുംബത്തിനും ജീവിതത്തിനുമുള്ള ഡിക്കാസ്റ്ററയുടെ കീഴിലാണ് ഈ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്. മറ്റ് സഭാസ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കാരിസ് വിശ്വാസികളുടെ ഒരു പൊതു സംഘടനയല്ല, മറിച്ച് പരിശുദ്ധ സിംഹാസനം സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ്. 2019 ബെന്തക്കുസ്ത തിരുനാൾ ദിനത്തിൽ വത്തിക്കാനിലെ പോളാറാമൻ ഹാളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പങ്കെടുത്ത ചടങ്ങിൽ കാരിസ് ഔദ്യോഗികമായി ആരംഭിച്ചു. ഇതിന്റെ അടിസ്ഥാന ദൗത്യം സുവിശേഷവൽക്കരണം, ഐക്യം, ദരിദ്രർക്കുള്ള സേവനം എന്നീ ത്രിമാനമാനങ്ങൾ പൂർണ്ണമായി ജീവിക്കാൻ മുഴുവൻ കരിസ്മാറ്റിക് നവീകരണത്തെയും പ്രോത്സാഹിപ്പിക്കുക എന്നതാണെന്ന് കാരിസിന്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി വെളിപ്പെടുത്തി. പെറുവിലെ തെക്കൻ ആൻഡീസിൽ പുതിയ ബിഷപ്പിനെ നിയമിച്ച് മാർപ്പാപ്പ. പെറുവിലെ തെക്കൻ ആൻഡീസിലെ ചുക്കിബാംബിലയുടെ പുതിയ ബിഷപ്പ് പ്രീലേറ്ററായി അഗസ്റ്റീനിയൻ വൈദികനായ വൈൽഡർ ആൽബർട്ടോ വാക്കസ് സൽദാനയെ ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ചു. 1968 ഏപ്രിൽ 26 വിശുദ്ധ പോൾ 6 മാർപ്പാപ്പയാണ് ചുക്കിബാംബില പ്രീലേറ്റ് സ്ഥാപിച്ചത്.
തങ്ങളുടെ രാജ്യത്തെ പുതിയ അഗസ്റ്റീനിയൻ ബിഷപ്പിന് നന്ദി പറയുകയും അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും അദ്ദേഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെന്ന് പ്രസ്താവിച്ചുകൊണ്ടാണ് പെറുവിലെ വികാരിയേറ്റുകളുടെ അഗസ്റ്റീനിയൻ ഫെഡറേഷൻ ഈ വാർത്ത അറിയിച്ചത്. ഇറ്റാലിയൻ അഗസ്റ്റീനിയൻ വൈദികരെ ചുമതലയേൽപ്പിച്ചിരിക്കുന്ന ചുക്കിബാംബില്ല പ്രീലറ്റ് അബൂരിമാക് മേഖലയിലെ അൻഡബാംബ, കൊട്ടബാംബാസ്, ഗ്രാവു എന്നീ 3 പ്രവിശ്യകൾ ഉൾക്കൊള്ളുന്നതാണ്. നേരത്തെ ഇവ അബാൻകെ രൂപതയുടെ ഭാഗമായിരുന്നു. പുതിയതായി നിയമിതനായ ബിഷപ്പ് വൈൽഡർ ആൽബർട്ടോ വാക്കസ് സൽദാന 1974 ഡിസംബർ 21 വടക്കൻ പെറുവിലെ ആൻഡീസിലുള്ള കാജമാർക്ക ഡിപ്പാർട്ട്മെന്റിലെ ലാ എൻകനാഡയിലാണ് ജനിച്ചത്. പിന്നീട് അദ്ദേഹം അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിൽ ചേരുകയും 2006 ഏപ്രിൽ 29 പൗരോഹിത്യം സ്വീകരിക്കുകയും ചെയ്തു. ഇതോടെ ഈ ആഴ്ചയിലെ വത്തിക്കാൻ റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.